MT ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 23 തടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന TP ഇസ്മായിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. TP ഇസ്മായിൽ സാരഥി വന്നു 23 വാർഡിൽ നിന്നു വികസന നായകനോട്ടു കൊടുക്കാം. നമ്മുടെ സാരഥിയ നാടിനു കിട്ടിയ സാരഥിയ നമ്മുടെ കൽബിലെ പൂമതിയാ. ഞാൻ കണ്ണമംഗലം പഞ്ചായത്ത് 23 വാർഡ് തടത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നു. നിലവിൽ കണ്ണമംഗലം പഞ്ചായത്ത് 1 വാർഡ് മെമ്പറാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് മത്സരിക്കുന്നത്. ഈ വാർഡിന്റെ ഒരു 4-5 തവണ ഞാൻ ഇപ്പോൾ എല്ലാ വീടുകളും കയറി. എനിക്ക് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ഒരുപാട് വീടുകൾ ഇടവഴികളാണ്. ഞാൻ എൻ്റെ വാർഡിൽ ചെങ്ങാനിൽ കാണാത്ത ഒരുപാട് പ്രയാസങ്ങൾ കണ്ട ഒരു വാർഡാണ്. ഏറ്റവും കൂടുതൽ ഇടവഴികളാണ്. വഴികളൊക്കെ ടാർ ചെയ്ത റോഡൊക്കെ ഒരുപാട് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ വെള്ളമില്ലാത്ത വീടുകളുണ്ട്. ഇപ്പോഴും വെള്ളം കിട്ടാത്ത ഏരിയ, റോഡ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി കാരണം ഒരുപാട് ഏരിയകളിൽ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം കണ്ടു. അതൊക്കെ പരിഹരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വാർഡിൽ ഞാൻ പരിഹരിച്ചതാണ്. നിലവിൽ ചെങ്ങാനിയിൽ ഇനി വെള്ളം കിട്ടാത്ത 95% ആളുകൾക്കും വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ വാർഡിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൽ ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്. ആ അംഗനവാടി ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട്. അത് നന്നാക്കി എടുക്കണം എന്നുള്ള നല്ല സ്മാർട്ട് അംഗനവാടിയൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ ഈ നാട്ടിൽ ഒരുപാട് തെരുവിളക്കുകളൊന്നും പ്രകാശിക്കുന്ന പോലുമില്ല. ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ട് പ്രയാസം പറയാണ്. അവരുടെ വീടിൻ്റെ ഈ ഇടവഴികളാണ്. ഈ ഇടവഴിയിലൊന്നും ലൈറ്റുകളില്ല. അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കിതിൽ അനുഭവം. പിന്നെ വീടുകളിലൊക്കെ മെയിൻ്റനൻസിനൊന്നും ഫണ്ട് കിട്ടാത്ത ആളുകൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിലവിൽ ഞാൻ ചെയ്ത ചെങ്ങാനി വാർഡിൻ്റെ വികസനം നേരിൽ കണ്ട ആളുകളാണ് അവരൊക്കെ. അപ്പോൾ അവർ എനിക്ക് നല്ലൊരു സപ്പോർട്ട്, ഈ വീടുകളിൽ നിന്നൊക്കെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ 50 വർഷമൊക്കെ ആയിട്ട് ടാർ ചെയ്യാൻ കഴിയാത്ത റോഡുകളൊക്കെ ഉണ്ട്. ആ റോഡിനൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് ടാർ ചെയ്യുമെന്ന് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിലുണ്ട്. അത് ചെയ്യും എന്നാണ് എൻ്റെ ഏറ്റവും നല്ല വിശ്വാസമാണ്. ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തുള്ളൊരു 1 വാർഡിൽ വികസന വിപ്ലവ തീർത്ത് ആ മുത്ത നമ്മുടെ 23 വാർഡിൽ സാരഥിയായി സ്വാഗതമോദാം വികസന വിപ്ലവ ധീരാ വീരാ നേതാ. സ്വാഗതമോദാം വികസന വിപ്ലവ ധീരാ വീരാ നേതാ. TP ഇസ്മായിലിനോരോ വോട്ടുകളും നൽകിയിട. അതിന് മുമ്പ് മത്സരിച്ച വാർഡിൽ അത് ജയിക്കണ്ടായി. അപ്പോൾ നമ്മൾ അവിടുത്തെ വാർഡിലെ വികസനം നോക്കി കാണുകയാണെങ്കിൽ അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് സംഘടനാപരമായിട്ടുള്ള ആളുകളായിക്കോട്ടെ, പോസിറ്റീവ് അല്ലാണ്ടൊരു നെഗറ്റീവ് പോലും ആ വാർഡിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വാർഡിൽ ആള് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ്. കാരണം അവിടെ അത്രയും ഇനിയിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം അവിടെ ചെയ്തൊരു വികസനം എത്രമാത്രം അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സോ നമ്മുടെ ഈ വാർഡിലും അദ്ദേഹം മത്സരിക്കാമെന്ന് അറിഞ്ഞപ്പോഴും നമ്മളെ സംബന്ധിച്ചില്ല, ഇപ്പോൾ ഇവിടെയുള്ള പൊതുവെയുള്ള ആളുകൾക്കും വളരെ സന്തോഷമാണ് തോന്നിയത്. അപ്പം അദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ അതുപോലത്തെ വികസനങ്ങൾ നമ്മുടെ ഈ റോഡും പിന്നെ ഈ വൈദ്യുതിപരമായിട്ടുള്ള ഈ സ്ട്രീറ്റ് ലൈറ്റുകളും പിന്നെ കുടിവെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറേ ഈ വഴി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഏരിയ തന്നെ. അപ്പം അതൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ്. സോ എല്ലാ വിജയാശംസകളും നേരുന്നു. നമ്മുടെ 23 വാർഡിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ 1 വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ മെമ്പറായിരുന്ന ഇസ്മായിൽ TP ആണ്. കണ്ണമംഗലം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല വാർഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല മെമ്പറായിട്ട് കണക്കാക്കുന്ന ഇസ്മായിൽ ഈ വാർഡിൽ വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മുടെ നിലവിലെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിലവിലെ മെമ്പർ വളരെ പോരായ്മയാണ് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല മുൻതൂക്കമുണ്ട്. ഞങ്ങൾ ഉറച്ച വിശ്വാസമുണ്ട് നല്ല രീതിയിൽ ജയിക്കും എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഇസ്മായിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇസ്മായിൽ എന്നുള്ള വ്യക്തിനല്ല, ഇസ്മായിൽ 1 വാർഡ് അതായത് ചങ്ങാനി ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വികസനങ്ങൾ കണ്ട് പേടിച്ചതുകൊണ്ട് തന്നെയാണ് ഒരു UDFന് കൈപ്പത്തി അല്ലെങ്കിൽ കോണി ഈ 2 ചിഹ്നവും ഇല്ലാതെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അത് തന്നെ ഇസ്മായിലിൻ്റെ ഏറ്റവും വലിയ വിജയമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം 3-4 വർഷമായിട്ട് അടച്ചു കിടക്കുകയാണ്.
അത് ഇവിടെ ഇപ്പോൾ ഗർഭിണികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയായിരുന്നു അംഗനവാടി ഒരു വർഷത്തോളം പ്രവർത്തിച്ചത്. ഗർഭിണിയായ ആളുകളെ സ്റ്റെപ്പ് കയറി പോകുന്നു, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് അംഗനവാടി താഴത്തെ ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാടക കെട്ടിടത്തിൽ തന്നെ പിന്നെ വാടക കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ടീച്ചർ പരാതിയായിട്ട് നമ്മളോട് സമീപിക്കലുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പം ഇസ്മായിലൊക്കെ വന്ന അവിടെ ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തനമുണ്ട്, നല്ല മാതൃക തന്നെയുണ്ട്. അത് ഈ വാർഡിലും ഉണ്ടാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ വോട്ടർമാരെല്ലാവരും നിൽക്കുന്നത്. ടിപിയുടെ വികസനം കാണാൻ നോക്ക്, 1-ാം വാർഡിലെ നേട്ടം നോക്ക്, അതുപോലെ 23-നെയാക്ക്. ടിപിയുടെ വികസനം കാണാൻ നോക്ക്, 1-ാം വാർഡിലെ നേട്ടം നോക്ക്, അതുപോലെ 23-നെയാക്ക്. നേട്ടത്തിൻ കട്ടി ടിപി നേരുള്ളൊരു കുട്ടി, നല്ലൊരു തങ്കത്തിൻ കട്ടി. 23-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള TP ഇസ്മായിലിൻ്റെ കൂടെയാണ് ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങാറുള്ളത്. വോട്ട് ചോദിക്കാനായിട്ട് പോകുമ്പോൾ എല്ലായിടത്തും നല്ല അഭിപ്രായമാണ്. ആള് ഇപ്പോൾ നിലവിൽ 1-ാം വാർഡിൽ മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല പ്രവർത്തനവും നല്ല വികസനവും കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചോദിച്ച് പോകുന്നിടത്ത് നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇസ്മായിലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇസ്മായിലിന് വോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേങ്ങര ബ്ലോക്കിലെ തോട്ടശ്ശേരി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. റാഷിദ പള്ളിയാളി എന്നാണ് പേര്. അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എൻ്റെ ചിഹ്നം കാറാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി കാറാണ്. എല്ലാവരും കാർ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. MK ന്യൂസ് അവതരിപ്പിച്ച പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി TP ഇസ്മായിൽ ആയിരുന്നു. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ 23-ാം വാർഡിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അദ്ദേഹം. പുതിയ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.